Hello SSLC students. അപ്പോൾ നിങ്ങൾ എല്ലാവരും റിസൾട്ട് ഒക്കെ കണ്ടിട്ടുണ്ടാവും. കുറേ ആൾക്കാർ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യായിരിക്കും ആൻഡ് കുറേ ആൾക്കാർ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. A+ പ്രതീക്ഷിച്ചു പക്ഷേ B ആണ്, അല്ലെങ്കിൽ A പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ C ഒക്കെയാണ്. കുറച്ച് ഗ്രേഡ് കുറവുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത്. നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഗ്രേഡ് ഇതിനെക്കാട്ടും മുകളിലായിരുന്നു വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് റീഇവാലുവേഷൻ അപ്ലൈ ചെയ്യാം. അത് കുറേ കഴിഞ്ഞിട്ടൊന്നുമല്ല മക്കളെ, നാളെ തന്നെ May 20 റീഇവാലുവേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ തുടങ്ങും. കുറേ ദിവസങ്ങളുമില്ല, നിങ്ങൾ 24 അല്ല അതിന് മുൻപായിട്ട് തന്നെ അത് തീർക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ റീവാലുവേഷൻ്റെ പ്രോസസ്സ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ റീവാലുവേഷന് നിങ്ങളുടെ പേപ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് സംഭവിക്കുക. നിങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്തോ ടീച്ചർ ഉണ്ടാവുമല്ലോ, ആ ടീച്ചർ അല്ലാതെ വേറൊരു ടീച്ചർ നിങ്ങളുടെ അതേ പേപ്പർ ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്ത് നോക്കും, ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് ഒരു മാർക്ക് ഇടും. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് A ഗ്രേഡാണ് ആദ്യത്തെ ടീച്ചർ തന്നെങ്കിൽ, നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ A ഗ്രേഡ് ആണെങ്കിൽ ഈ പുതിയ ടീച്ചർ കറക്റ്റ് ചെയ്തപ്പോൾ അത് A+ ആണ്, A+ ആയിട്ട് ആ ഗ്രേഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പുതിയ ഗ്രേഡ് എന്തായിരിക്കും? A+ ആയിരിക്കും. ഓക്കെ, പുതിയ ഗ്രേഡ് A+ ആയിരിക്കും. അപ്പോൾ മിക്ക കുട്ടികൾക്കും ഈ 9 A+ ഒക്കെ കിട്ടിയവർക്ക് ആ 10 A+ ആക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് അല്ലെ ചെറിയ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, തീർച്ചയായും ഇത് കൊടുക്കുക. കാരണം ആ A+ ആവാനുള്ള സാധ്യതയുണ്ട്, ഗിവൺ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈ റീവാലുവേഷൻ നടക്കാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലെറ്റ്സേ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് A കിട്ടി, രണ്ടാമത് കറക്റ്റ് ചെയ്യുമ്പോൾ അത് B+ ആയിപ്പോയി, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആദ്യം കിട്ടിയ A എന്ന് പറഞ്ഞ ഗ്രേഡ് തന്നെയായിരിക്കും നിലനിർത്താൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും റീവാലുവേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഗ്രേഡ് താഴ്ന്നു പോകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ പേടി വേണ്ട. പക്ഷേ അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റീവാലുവേഷൻ ഫ്രീ അല്ല, അതിന് നിങ്ങളൊരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അത് ഓൾമോസ്റ്റ് 400 to 600 rupees പെർ പേപ്പർ എന്ന റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. സോ വെറുതെ പൈസ വേസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും നിങ്ങളെ എൻകറേജ് ചെയ്യുന്നില്ല. പക്ഷേ അതേസമയം നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രേഡ് ഇത് പ്രകാരം റീവാലുവേഷനിൽ നിങ്ങളുടെ ഗ്രേഡ് കൂടി കിട്ടുകയാണെങ്കിൽ, അതായത് A എന്ന് പറഞ്ഞ ഗ്രേഡ് റീവാലുവേഷൻ കഴിഞ്ഞിട്ട് A+ ആയി കൂടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങൾക്ക് റീഫണ്ടും ചെയ്ത് കിട്ടും. സോ അതൊരു വലിയൊരു പോസിറ്റീവാണ്. നിങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പുണ്ട്, നിങ്ങൾ ആ A+ന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് A+ ആയിരുന്നു കിട്ടണം എന്നുള്ള ഏതാണ്ട് ഒരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യാം? റീവാലുവേഷൻ കൊടുക്കുക. അലൻ സാർ പറഞ്ഞ പോലെ നാളെ 20-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, ഓൺലൈൻ ആയിരിക്കും പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ അക്ഷയ സെൻറ്ററിലോ കാഫേയിലോ പോയിട്ട് നിങ്ങൾക്ക് വേഗം ചെയ്തു തുടങ്ങാം. നിങ്ങൾ കുറേ ഡിലേ ചെയ്യേണ്ട എന്നാണ് അഭിപ്രായം. എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സോ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ May 20 മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം തന്നെ റീവാലുവേഷൻ കൊടുത്തു തുടങ്ങാം. ആൻഡ് ഇതേപോലെ തന്നെ SSLC എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ +1 അഡ്മിഷൻ അലോട്ട്മെൻറ്റ് റീഅലോട്ട്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാമിനർ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ക്ലാസ്സസും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ലൈവും ക്ലാസ്സസും ഉണ്ടാകുന്നതായിരിക്കും, ഈ അപ്ഡേറ്റ്സും ഉണ്ടാവും. ഓക്കെ.